ലിറ്ററൽസിൽ അടുത്തത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസ്. ഇവ റിയൽ കോൺസ്റ്റൻസ് എന്നും അറിയപ്പെടുന്നു. എന്താണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസ്? ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സ്, ദശാംശ ഭാഗമുള്ള സംഖ്യകളാണിവ. പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളെ സൂചിപ്പിക്കാൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ് സിമ്പൽ ഇവയോടൊപ്പം ഉൾപ്പെടുത്താം. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസിനെ നമുക്ക് രണ്ട് വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം, രണ്ട് തരത്തിൽ എഴുതാൻ സാധിക്കും. ഒന്ന് ഫ്രാക്ഷണൽ ഫോം, രണ്ട് എക്സ്പൊണൻഷ്യൽ ഫോം. എന്താണ് ഫ്രാക്ഷണൽ ഫോം? നമ്മൾ സാധാരണ എഴുതുന്ന രീതി. ഇതിൽ ഒരു ഡിജിറ്റെങ്കിലും ഉണ്ടായിരിക്കണം, ഡെസിമൽ പോയിൻറ്റും ഉണ്ടായിരിക്കണം, പ്ലസ് ഓർ മൈനസ് സൈൻ വരാം. പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യ ആണോ എന്ന് കാണിക്കാൻ പ്ലസ് ഓർ മൈനസ് സൈനും വരാം. ഉദാഹരണങ്ങൾ നോക്കുക. 52.0, 107.5, നെഗറ്റീവ് 713.8, നെഗറ്റീവ് 0.00925. ഇവയിലെല്ലാത്തിലും പോയിൻ്റ് ഉണ്ട്, ഒരു ഡിജിറ്റെങ്കിലും വരുന്നുണ്ട്. നെഗറ്റീവ് സംഖ്യ ആവാം, പോസിറ്റീവ് സംഖ്യ ആവാം. ഇവയെല്ലാം ഫ്രാക്ഷണൽ രൂപത്തിലുള്ള റിയൽ കോൺസ്റ്റൻസിൻ്റെ ഉദാഹരണങ്ങൾ ആണ്. രണ്ടാമത്തെ രീതി ഏതാണ്? എക്സ്പൊണൻഷ്യൽ ഫോം. ഈ രീതിയിൽ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസിനെ എഴുതുമ്പോൾ അതിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഓർക്കുന്നുണ്ടോ ഏതൊക്കെയായിരുന്നു എന്ന്? ഒന്ന് മാൻഡീസ, രണ്ട് എക്സ്പൊണൻ്റ്. ഈ രീതിയിൽ എഴുതുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. മാൻഡീസ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റീജർ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആവാം. മാൻഡീസ എഴുതിയതിന് ശേഷം ക്യാപിറ്റൽ ഇ അല്ലെങ്കിൽ സ്മോൾ ഇ എന്ന ലെറ്റർ എഴുതണം. അതിന് ശേഷമാണ് എക്സ്പൊണൻ്റ് വരിക. എക്സ്പൊണൻ്റ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റീജർ ആവാം. ഒരു എക്സാമ്പിൾ നോക്കുക. 32.46. ഇത് ഫ്രാക്ഷണൽ രൂപത്തിലുള്ള ഒരു സംഖ്യയാണ്. ഇതിനെ നമുക്ക് 0.3246 × 10⁻² എന്ന് എഴുതാം. എങ്ങനെയാണ് ഇങ്ങനെ എഴുതിയത്? ഈ പോയിൻറ്റിനെ നമ്മൾ ഇടതുവശത്തേക്ക് 2 സ്ഥാനം മാറ്റി ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 0.32 2 സ്ഥാനം മാറ്റി ഷിഫ്റ്റ് ചെയ്തത് കൊണ്ടാണ് 10⁻² എന്ന് വന്നത്. ഇതിന് എക്സ്പൊണൻഷ്യൽ രൂപത്തിൽ എങ്ങനെ എഴുതാം? 0.3246 E2, ക്യാപിറ്റൽ ഇ അല്ലെങ്കിൽ സ്മോൾ ഇ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ മാൻഡീസ ഏതാണ്? 0.3246. എക്സ്പൊണൻ്റ് ഏതാണ്? 2. ഈ 10⁻² എന്നതിനെയാണ് E2 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? 32.46നെ നമുക്ക് 0.3246 × 10⁻² എന്ന് എഴുതാം. അപ്പോൾ അതിനെ എക്സ്പൊണൻഷ്യൽ രൂപത്തിൽ എഴുതുമ്പോൾ 0.3246 E2 എന്ന് വരും. ഇതിൽ മാൻഡീസ എന്ന് പറയുന്നത് 0.3246 ആണ്, എക്സ്പൊണൻ്റ് 2 ആണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി കാണാം. 0.132 E4. ഇവിടെ മാൻഡീസ ഏതാണ്? 0.132. എക്സ്പൊണൻ്റ് ഏതാണ്? 4. ഇവിടെ മാൻഡീസ ഒരു ഫ്രാക്ഷനാണ്, പോസിറ്റീവ് ഫ്രാക്ഷനാണ്. എക്സ്പൊണൻ്റ് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കുക. നെഗറ്റീവ് 0.086 E6. ഇവിടെ മാൻഡീസ ഏതാണ്? നെഗറ്റീവ് 0.086. മാൻഡീസ ഒരു നെഗറ്റീവ് ഫ്രാക്ഷനാണ്. എക്സ്പൊണൻ്റ് ഏതാണ്? 6. ഇതൊരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അടുത്തത് 493 E-3. ഇവിടെ മാൻഡീസ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്, 493. എക്സ്പൊണൻ്റ് ഒരു നെഗറ്റീവ് ഇൻറ്റീജർ ആണ്, -3. നെഗറ്റീവ് 0.007 E-5. ഇവിടെ മാൻഡീസ ഒരു നെഗറ്റീവ് ഫ്രാക്ഷനാണ്, എക്സ്പൊണൻ്റ് ഒരു നെഗറ്റീവ് ഇൻറ്റീജർ ആണ്. മാൻഡീസ നെഗറ്റീവ് 0.007, എക്സ്പൊണൻ്റ് -5. ഇനി ഇൻവാലിഡ് ആയിട്ടുള്ള കുറച്ച് റിയൽ കോൺസ്റ്റൻസ് നമുക്ക് കാണാം. 625.12. ഇവിടെ എന്താണ് ഇൻവാലിഡ് ആണെന്ന് പറയാനുള്ള കാരണം? അക്കങ്ങളും പോയിൻറ്റും ഒക്കെ അല്ലേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഒരു കോമയുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കോമ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊരു ഇൻവാലിഡ് റിയൽ കോൺസ്റ്റൻ്റ് ആണ്. 0.015 E. ഇവിടെ എന്താണ് പ്രോബ്ലം? ഇവിടെ പോയിൻ്റ് ഉണ്ട്, ഇ ഉണ്ട്. എന്താണ് പ്രശ്നം? ഇക്ക് ശേഷം എക്സ്പൊണൻ്റ് വന്നിട്ടില്ല.
അപ്പോൾ എക്സ്പൊണൻ പാർട്ട് ഇല്ലാത്തത് കൊണ്ട് ഇതും ഒരു ഇൻവാലിഡ് റിയൽ കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് 0.291 E 3.4. ഇവിടെ എക്സ്പൊണൻറ്റും വന്നിട്ടുണ്ട്, മാൻറ്റിസയും വന്നിട്ടുണ്ട്, ഇയും ഉണ്ട്. പിന്നെന്താണ് പ്രോബ്ലം? എക്സ്പൊണൻ്റ് എപ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ 3.4 ഒരു ഫ്രാക്ഷനാണ് എക്സ്പൊണൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഫ്രാക്ഷൻ യൂസ്ഡ് ആസ് എക്സ്പൊണൻ്റ്. അതുകൊണ്ട് ഇതും ഒരു ഇൻവാലിഡ് റിയൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലിറ്ററൽസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമുക്ക് രണ്ട് തരത്തിൽ ഇവയെ റെപ്രസെൻ്റ് ചെയ്യാം. ഫ്രാക്ഷണൽ ഫോം, എക്സ്പൊണൻഷ്യൽ ഫോം. ഇവ റിയൽ കോൺസ്റ്റൻസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ.